ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു പുതിയ ഡ്രാമ ഉണ്ടല്ലോ. ഈ ഡ്രാമയുടെ ഷോർട്ട് വീഡിയോയിൽ ഇതിന്റെ ഫുൾ വീഡിയോ ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് തന്നെ കാണാം. തീർച്ചയായും ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കയറി ഫോളോ ആക്കണേ. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഒരു പയ്യന്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ബ്രോഡ്കാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്ത് നല്ല വോയിസ് ആണ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ദൂരത്ത് നിന്ന് ആ സൗണ്ട് കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നുകയും ഇവിടെ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. അയ്യോ, പൂക്കളെല്ലാം വെളിയിലിരിക്കുകയാണല്ലോ എന്ന് പരിഭ്രാന്തിയോടെ തന്നെ അവൾ അതെല്ലാം അകത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മഴയത്തൊരു യുവാവ് വീൽ ചെയറും കൊണ്ട് നടപ്പാതയിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് അവൾ കാണുന്നത്. പക്ഷേ അയാൾ എത്ര ശ്രമിച്ചിട്ടും കയറാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിൽക്ക്, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ ഓടിപ്പോയി അവന്റെ വീൽ ചെയറിൽ പിടിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ടെന്ന് ആ യുവാവും അവളോട് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വീൽ ചെയർ ഉയർത്തി നടപ്പാതയിലേക്ക് വെക്കുന്നത് കുറച്ച് ഫോഴ്സിലാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ യുവാവിന്റെ മേലേക്ക് വീഴുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ ഫേസ് അവൾ കാണുന്നത്. അവൻ വളരെ ഹാൻസം ആണെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോ. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ ഹീറോയെ അവളുടെ ഫ്ലവർ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മഴ തോരാൻ ഇനിയും സമയമെടുക്കും, അതുവരെ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് അവന്റെ തലയൊക്കെ തോർത്താനായി അവൾ ടവലൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ തലയൊക്കെ തോർത്തുന്ന സമയത്ത് തന്നെ ഹീറോയിന്റെ ഫോണിൽ അലാറം അടിക്കുന്നുണ്ട്. ഈവനിങ്ങിൽ വീണ്ടും സ്റ്റോക്ക് ഒക്കെ ഇറക്കി വെക്കണം, അതിന് വേണ്ടിയിട്ടുള്ള റിമൈൻഡർ ആണ് ആ അലാറം. ഈ അലാറത്തിന്റെ വോയിസ് പോലും നേരത്തെ ഒരു പയ്യന്റെ വോയിസ് അവള് കേട്ടോണ്ടിരുന്നല്ലോ, ആ വോയിസ് ആയിരുന്നു അലാറത്തിന് പോലും അവള് കൊടുത്തിരുന്നത്. ആ വോയിസ് കേട്ടപ്പോൾ ഹീറോ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ആ പയ്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ പയ്യന്റെ പേര് റാംജിയോൺ എന്നാണെന്ന് ഹീറോ പറയുമ്പോൾ, അതെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്കും ആ പയ്യനെ അറിയാമോ? എനിക്കും എന്നവൻ എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഉടനടി തന്നെ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, എന്റെ ഐഡിയയിലാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, ആർക്കും ശരിക്കും അവൻ ആരാണെന്ന് പോലും അറിയില്ല. നെറ്റിൽ അവന്റെ ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് പോലും എനിക്ക് ഇതുവരെയും കിട്ടിയില്ല, അവന്റെ ഫേസ് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്റെ ഇമാജിനേഷനിൽ അവനാവട്ടെ നല്ല ഹൈറ്റ് ഉള്ളയാളും അച്ഛനെ പോലെ വേഗത്തിൽ പോകാതെ പതിയെ സുന്ദരമായി നടക്കുന്നവനുമായിരിക്കുമെന്നൊക്കെ അവനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവൾ അവനോട് തന്നെ പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോയുടെ മുഖമാകെ വിഷമത്തിലാവുന്നുണ്ട്. കാരണം അവന്റെ കാലുകൾ പാരലൈസ്ഡ് ആണ്, വീൽ ചെയറിലുമാണല്ലോ ഉള്ളത്. ശരിക്കും അവൻ തന്നെയായിരുന്നു ആ ശബ്ദത്തിന്റെ ഉടമ. പക്ഷേ ആ സത്യം ഇപ്പോൾ അവളോട് പറയുന്നത് ശരിയല്ല എന്ന് അവന് തോന്നുന്നുണ്ട്. അവളുടെ സങ്കല്പങ്ങളിൽ ഉള്ളതുപോലുള്ള താനെന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അത് അവളെ വല്ലാതെ വിഷമിപ്പിക്കുമെന്ന് കരുതിയ ഹീറോ ആവട്ടെ അവളോട് സത്യങ്ങൾ പറയാൻ മടിക്കുന്നു. അവളാണെങ്കിൽ അവനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുമുണ്ട്. രാത്രിയായിട്ടും മഴ തോന്നില്ല. അവളുടെ ഷോപ്പിൽ തന്നെയായിരുന്നു ഹീറോ അപ്പോഴും. താൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവള് ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ, എനിക്ക് ടാക്സി വിളിക്കണം, എന്റെ ഫോണിൽ ചാർജ് ഇല്ല, ഇവിടെ ഫോൺ ചാർജിനിടാൻ പറ്റുന്ന സൗകര്യമുണ്ടോ എന്ന് തിരക്കുന്നു. ഇല്ലില്ല, നിങ്ങളുടെ അഡ്രസ്സ് പറയും, ഞാൻ തന്നെ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്ത് തരാമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ അവള് പറയുന്നുണ്ട്, ഇവിടെ ചാർജ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ വേറൊന്നും കരുതി എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് അവൾ അവനോട് പറയുമ്പോൾ, ശരി ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് അഡ്രസ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവൻ്റെ അഡ്രസ്സ് പറയുന്നുണ്ട്. അങ്ങനെ ആ അഡ്രസ്സ് വെച്ച് ടാക്സി ബുക്ക് ചെയ്യുന്ന സമയത്താണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ എതിർവശത്തെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഹീറോയിൻ താമസിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ ആവട്ടെ അവനെയും കൂട്ടി ഷോപ്പും ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവള് ഹീറോയിൻ കൂട്ടി നടന്നു പോകുന്ന സമയത്തെല്ലാം അവൾ അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഐഡിയലായ യുവാവിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹീറോയെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് നിങ്ങൾ അകത്തേക്ക് കയറിപ്പോക്കോ എന്ന് പറഞ്ഞിട്ട് അവളും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. അപ്പാർട്ട്മെന്റിലെത്തി അവളാവട്ടെ അവളുടെ ഐലൈൻസ് എടുത്ത് വെക്കുന്നുണ്ട്. അതില്ലാതെ അവൾക്ക് കണ്ണ് ശരിക്കും കാണാൻ സാധിക്കില്ലായിരുന്നു. തന്റെ ഐഡിയയിൽ വീണ്ടും വോയിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനായി അവള് മൊബൈൽ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഫോൺ അതിൽ കാണുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഹീറോയുമായി ടാക്സിയിൽ വരുമ്പോൾ അവന്റെ വീൽ ചെയർ മടക്കി വണ്ടിയുടെ ബാക്ക് സീറ്റിൽ വെക്കുകയും പിന്നീട് അത് എടുത്തു വെച്ച് നൂത്ത് അവനെ ഇരുത്തുന്ന സമയത്ത് അവൾ ആ വീൽ ചെയറിൽ തന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ ഫോൺ ഇടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് അവൾക്കാവട്ടെ ആ ഫോൺ ഇനി എങ്ങനെ തിരികെ കിട്ടുമെന്ന ആശങ്കയുണ്ടാവുന്നു. കാരണം അത് വലിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, ഒരുപാട് ഫ്ലോറുമുണ്ട്. ഏത് റൂമിലാണ് അവൻ താമസിക്കുന്നതെന്നും അറിയില്ല. അവന്റെ ഫോൺ നമ്പറും അവൾ വാങ്ങി നോട്ട് ചെയ്ത് വെച്ചിരുന്നില്ല. ഇതേ സമയം തന്നെ ഹീറോയുടെ വീൽ ചെയറിൽ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവളുടെ അമ്മയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഫോൺ റിങ് ചെയ്തപ്പോൾ മാത്രമാണ് തന്റെ വീൽ ചെയറിൽ അവള് ഫോൺ അബദ്ധവശാൽ മറന്നു വെച്ചു എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ആശങ്കയിലാവുന്നുണ്ട് ഹീറോ. ആദ്യം കോള് വന്നപ്പോൾ ഹീറോ അത് അറ്റൻഡ് ചെയ്തിരുന്നില്ല. പിന്നീട് വീണ്ടും കോള് വരുന്നത് കണ്ടപ്പോൾ എന്തേലും അത്യാവശ്യമായിരിക്കുമെന്ന് കരുതി അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താണ് കോൾ എടുക്കാത്തത്? നീ എന്താ അത്രയ്ക്കും അങ്ങ് വളർന്നു പോയോ? നിന്നോടൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനല്ലേ ഞാൻ പറഞ്ഞോളൂ, നിന്നെ കൊല്ലുന്ന പോലുള്ള ഫീൽ ആണല്ലോ ഈ ഒരു കാര്യത്തിൽ നീ കാണിക്കുന്നതെന്നൊക്കെ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ, ആന്റി ഞാൻ വെൻഷൻ അല്ല, അവൾ ഫോൺ മറന്നു വെച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ അവളുടെ അമ്മയാവട്ടെ, നീ
വെന്നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ടൈം നിങ്ങൾ എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെയല്ല എന്ന് ഹീറോ പറയാൻ വരുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് അവളുടെ പേര് വെൻഷിങ്ഷങ് എന്നാണെന്ന് അവന് മനസ്സിലാവുന്നത്. പിറ്റേ ദിവസം ഹീറോ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്, അവന്റെ ഫോൺ നമ്പറും തന്റെ പക്കലില്ല, അവന്റെ പേര് പോലും തനിക്കറിയില്ല. ഇങ്ങനെ അവനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെയുള്ള സെക്യൂരിറ്റി റൂം അവള് കാണുന്നത്. അവിടെ ചെന്നിട്ട് അങ്കിൾ, ഈ അപ്പാർട്ട്മെന്റില് വീൽ ചെയറിൽ പോകുന്ന ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനെ അറിയാമോ, അവന്റെ അഡ്രസ് എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. താൻ പ്രശ്നക്കാരിയല്ല, വേണമെങ്കിൽ തന്റെ ID പ്രൂഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, ആ പയ്യൻ ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നതെന്നും അവന്റെ അഡ്രസ്സും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അയാളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. കാരണം അയാൾ നല്ലപോലെ ഉറക്കത്തിലായിരുന്നു. ഇനി എങ്ങനെ അവനെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ അവള് കാണുന്നുണ്ട്. ക്രിസ്മസ് വരുന്നത് കൊണ്ട് തന്നെ അവളാവട്ടെ ക്രിസ്മസ് പാപ്പയെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് അവിടേക്ക് പോകാമെന്ന് തീരുമാനമെടുക്കുന്നു. തീർച്ചയായും ഏതെങ്കിലും ഒരു റൂമിൽ അവനുണ്ടെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതിയാണ് അവളിങ്ങനെ ചെയ്തത്. ചിലരുടെയൊക്കെ കതവിന് തൊട്ടുമ്പോൾ കുട്ടികൾ ഇറങ്ങി വന്ന് അവളുടെ കയ്യിൽ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ പോകുന്നു. ചിലരാവട്ടെ അവളെ കണ്ടപ്പോൾ തന്നെ വാതിൽ കൊട്ടിയടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുറിയിൽ ചെന്നപ്പോഴാണ് ഹീറോയെ പോലെ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യൻ തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യം അവനാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ നീ വെന്നല്ലേ എന്ന് ആ പയ്യൻ അവളോട് ചോദിക്കുന്നുണ്ട്. ആദ്യം ആരാണെന്ന മട്ടിൽ അവനെ മനസ്സിലാവാത്ത രീതിയിൽ തന്നെ അവള് നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് ലൂച്ചിങ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവളോടൊപ്പം കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു അവനും. ഇതറിഞ്ഞപ്പോൾ അവൾക്കും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. എന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് അവള് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ അത്ര വലിയ പാടുവല്ലോ ഉണ്ടോ എന്ന് അവൻ തിരിച്ചും ചോദിക്കുന്നു. ഇതേ സമയം തന്നെ അവിടെ എന്താണ്, ആരാണ് അവിടെ, എന്ത് വേണമെന്ന് ഒരു സൗണ്ട് അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. ഹീറോയിൻ അകത്തേക്ക് നോക്കുമ്പോൾ ഹീറോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവനെ കണ്ടത് ഹായ് എന്ന് പറഞ്ഞ് ഹീറോയിൻ കൈവീശി കാണിക്കുന്നുണ്ട്. ലൂച്ചിങ്ങിന് മനസ്സിലാവുന്നുണ്ട് അവർ രണ്ടുപേരും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടെന്ന്. ലൂച്ചിങ് ആവട്ടെ അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്തിനാണ് നീ ഇങ്ങനെ സാന്റാക്ലോസിന്റെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്നതെന്ന് അവൻ അവളടുത്ത് ചോദിക്കുമ്പോൾ അപ്പാർട്ട്മെന്റിന്റെ ഓണേഴ്സ് ആണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് അവള് പറയുമ്പോൾ അതിന് ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞല്ലോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആകെ പതർച്ച തോന്നുന്നുണ്ട്. ഹീറോയും ഹീറോയിനും കൂടി ലൂച്ചിങ്ങിനോട് പരസ്പരം എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്റെ കോളേജിലെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഹീറോയിനെ അവൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലൂച്ചിങ് ആവട്ടെ ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞ് ഹീറോയിനെയും പരിചയപ്പെടുത്തുന്നു. അവൾക്കാണെങ്കിൽ ഒരുപോലെ ഷോക്കും സന്തോഷവും ആവുന്നുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ. നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലിയാണോ നമ്മൾ അതിശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹീറോയെ അവളാണ് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നതെന്നും ലൂച്ചിങ്ങിന് മനസ്സിലാവുന്നു. കഴിഞ്ഞ ദിവസം ഹീറോയിന്റെ അമ്മ അവളെ പേര് ചൊല്ലി വിളിച്ചപ്പോഴാണല്ലോ ഹീറോയും അവളുടെ പേരെന്താണെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹീറോ ആവട്ടെ അവന്റെ അനിയനോട് ഒരു പെൺകുട്ടി തന്നെ ഇന്നലെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ലൂച്ചിങ് ആവട്ടെ ഒന്നും അറിയാത്ത പോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ജെന്റിലായ ഒരു പെൺകുട്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് കേട്ടല്ലോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ വായടക്കെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിൻ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെയായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ അവളുടെ ഫോൺ എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നിന്റെ കയ്യിൽ തിരിച്ചെത്തിക്കാനായി നിന്റെ അഡ്രസ്സ് എനിക്ക് അറിയില്ലായിരുന്നു. സെക്യൂരിറ്റി ഗാർഡിന്റെ കയ്യിൽ ഈ ഫോൺ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നീ ഇവിടേക്ക് വന്നത്. അതെന്തായാലും നന്നായി എന്ന് ഹീറോ പറയുമ്പോൾ വളരെ നന്ദിയുണ്ടെന്ന് ഹീറോയിനും പറയുന്നു. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച ഹീറോയിൻ ആവട്ടെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് WeChat ID വാങ്ങണമെന്നുണ്ട്. പക്ഷെ അവളോട് ചോദിക്കാൻ ഒരു മടി. അതിനുശേഷം ഹീറോ പറയുന്നുണ്ട് അവളുടെ അമ്മ ഇന്നലെ രാത്രി വിളിച്ചിരുന്നുവെന്നും അർജന്റ് ആയിരിക്കുമെന്ന് കരുതി ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നിന്റെ ബോയ് ഫ്രണ്ടായി തെറ്റിദ്ധരിച്ചു എന്നും ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിൽ കസ്റ്റമർ വന്നെന്ന് പറഞ്ഞ് ബൈ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഹീറോയെ അവന്റെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. മുത്തശ്ശൻ അവിടെ എപ്പോഴും കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന പറഞ്ഞ് അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹീറോ അവിടെ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ അതാണ് ഇഷ്ടവും. ഹീറോയുടെ സഹോദരനില്ലേ, അവനും ആ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്, അവനും പൈലറ്റായാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് രണ്ടുപേരോടും വളരെയധികം ദേഷ്യമായിരുന്നു. കമ്പനിയിലേക്ക് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വീണ്ടും അവനെ നിർബന്ധിക്കുമ്പോൾ തന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് സഹോദരന്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സഹോദരൻ മുത്തശ്ശനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഹീറോയിൻ അവിടെ ഷോപ്പിൽ ഇതിനോടകം തന്നെ എത്തിയിരുന്നു. അവളുടെ ഒരു ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെയും തന്റെ ഐഡിയലിന്റെ ബ്രോഡ്കാസ്റ്റ് വരാതെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹീറോയിൻ. അവളുടെ ഫ്രണ്ട് ഇതേ സമയം പറയുന്നുണ്ട് റാഞ്ചിയാന് പനിയാണെന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു, അതുകൊണ്ട് എന്തായാലും 2-3 ദിവസത്തേക്ക് ബ്രോഡ്കാസ്റ്റ് കാണാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനെ അവന് പെട്ടെന്ന് തന്നെ പനിയൊക്കെ ഭേദമാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൂച്ചങ് അവളെ വിളിച്ചിട്ട് കുറെ ഫ്ലവേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്ലവേഴ്സ് ഒക്കെ. ഫ്ലവേഴ്സുമായി തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് വരാനായിട്ട് അവൻ അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവളെ ലൂച്ചങ്ങിന് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ബ്രദർ ഞാൻ ജോലിക്ക് പോവുക, അവിടെ മെഡിസിൻ ഇരിപ്പുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുക, തീരെ വയ്യെങ്കിൽ 120 കോൾ ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനും അവൻ പറയുന്നു. അവൻ എന്ത് പറ്റിയെന്ന് അവൾ തിരക്കുന്നുമുണ്ട്. ചേട്ടന് തീരെ സുഖമില്ല, പനിയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ വയ്യാതിരിക്കുന്ന ആളെ ഇവിടെ
വിട്ടിട്ടാണോ പോകുന്നേ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എനിക്കിന്ന് ഫ്ലൈറ്റ് ഉള്ളതാണ്, പോയേ മതിയാവും. അതുമാത്രമല്ല ഞാൻ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്ക് ഇപ്പോഴാ ഉണ്ടായെന്നും ഇന്ന് എനിക്കത് പറഞ്ഞേ മതിയാവൂ എന്നും അവൻ പറയുന്നു. എന്നാൽ പിന്നെ നീ പോകാൻ നോക്ക്, ഞാൻ ഇവിടെ ഇരുന്ന് നിന്റെ സഹോദരനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറുന്നു. യൂച്ചിങ് അവളോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവന് പനി എങ്ങനെയുണ്ടെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചോ എന്ന് അവനോട് അന്വേഷിച്ചപ്പോൾ കുറച്ചു മുമ്പ് കഴിച്ചായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവന് വേണ്ടി കഞ്ഞി എടുക്കാനായി അവൾ പോകുന്നുണ്ട്. അവന് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും അവള് മെഡിസിൻ എടുത്തു കൊടുക്കാനായി പോകുന്നുണ്ട്. അവൻ മറ്റൊരിടത്താണ് മെഡിസിൻ വെച്ചിരുന്നത്. കറണ്ട് പോയത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെയൊക്കെ കാണാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ലെൻസ് വെക്കാതെ നന്നായി കാണാൻ സാധിക്കില്ലല്ലോ. തപ്പിത്തടഞ്ഞ് അവള് മെഡിസിൻ നോക്കുന്ന വഴിക്ക് ടേബിളിന്റെ മൂർച്ചയേറിയ ഭാഗത്ത് നെറ്റി കയറി ഇടിക്കുന്നുണ്ട്. നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും മെഡിസിൻ തിരയുന്നുണ്ട്. വീണ്ടും അവളുടെ നെറ്റി കയറി ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ അവന്റെ കൈ കൊണ്ട് തന്നെ ആ ടേബിളിന്റെ മൂർച്ചയേറിയ ഭാഗം മറച്ചു പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ അവിടെ അവളുടെ നെറ്റിയിലുണ്ടായ മുറിവില് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതത്ര വലിയ മുറിവായൊന്നും കാണേണ്ട കാര്യമില്ല. ചെറുപ്പകാലം മുതലേ എനിക്കിതുപോലെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ണിന് തീരെ കാഴ്ചക്കുറവായതുകൊണ്ട് അച്ഛനമ്മമാര് പോലും എന്നെ ഒരുപാട് വഴക്ക് പറയായിരുന്നു എന്നൊക്കെ അവള് പറയുന്നത് കേട്ടപ്പോൾ ഹീറോ അവളടുത്ത് പറയുന്നുണ്ട് അവൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹ്യൂമൻസിന് അവരുടെ ഇമോഷൻസ് എപ്പോൾ വേണമെങ്കിലും എക്സ്പോസ് ചെയ്യാമെന്ന്. അവന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ വല്ലാതെ സന്തോഷം ഉണർത്തുന്നുണ്ട്. കാരണം ചെറുപ്പകാലത്ത് തന്നെ അവൾക്ക് സ്പെക്സ് യൂസ് ചെയ്യുന്ന തീരെ ഇഷ്ടമല്ല. അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കാഴ്ചക്ക് മങ്ങലുണ്ടാവുകയും പലപ്പോഴും അവൾക്ക് വീഴ്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുമൂലം തന്നെ അച്ഛനമ്മമാർ അവളെ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് തനിക്ക് വേദനിച്ചാലും അവൾ അതൊന്നും എക്സ്പോസ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ അവൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഹീറോ ആണല്ലോ റാൻജിയോൻ. അവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ വസ്തുക്കളൊക്കെ കണ്ട ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇതെല്ലാം ലിമിറ്റഡ് എഡിഷൻ ആണ്, നീയും അദ്ദേഹത്തിന്റെ ഫാൻ ആണോ എന്ന് അവൾ അതിശയത്തോടെ അവനോട് തിരക്കുന്നുണ്ട്. അതെ എന്ന് ഹീറോ പറയുന്നത് കേട്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം വേണം. അപ്പോൾ ഈ ഡ്രാമകളിലൊക്കെ വരുന്ന പോലെ നീ ഒരു ധനികനായ CEO ആണോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അങ്ങനെ പണക്കാരനായ CEO ഒന്നും പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയ അവനാവട്ടെ ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ അല്ല, വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരാളാണ്. കുറേയധികം പണം ചേർത്ത് വെച്ചാണ് ഇത് വാങ്ങിച്ചതെന്നൊക്കെ അവളുടെ കൂടെ പറയുന്നു. അത് കേട്ടപ്പോൾ ഹീറോയിനും പറയുന്നുണ്ട് ഇതൊക്കെ വാങ്ങണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷെ അത്ര പണമൊന്നും തന്റെ പക്കലില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോ പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമായെങ്കിൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തോളാൻ. അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ടെങ്കിലും അവനങ്ങനെ എടുത്തോളാൻ പറഞ്ഞെങ്കിലും അതൊക്കെ എങ്ങനെയാ എടുക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയെ നോക്കുമ്പോൾ അവനത് എടുത്തോളാൻ പറയുന്നുണ്ട്. അവനും വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. കാരണം അവന്റെ ഒരു ആരാധികയാണല്ലോ ഹീറോയിൻ. മുത്തശ്ശനോട് തന്റെ ആഗ്രഹം ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാനാണെന്നും ബിസിനസിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോലും മുത്തശ്ശൻ അക്സെപ്റ്റ് ചെയ്തതുമില്ല. ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ഒരു ജോലിയാണോന്ന് ചോദിച്ച് പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഹീറോ ഓർത്തെടുക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ അമ്മ അവളെ വിളിച്ചിട്ട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ള വിവരമൊക്കെ ഞാൻ അറിഞ്ഞു, ഇതുവരെ എന്നോട് എന്താ പറയാതിരുന്നേന്ന് ചോദിച്ച് അവളുടെ അമ്മ അവളെ ശകാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ എന്ത് പറയണോന്നറിയാതെ ആകെ ആശങ്കയിലാവുന്ന സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാണ്, ഞാൻ വീട്ടിലിരുന്ന് ചെറിയ ജോലികൾ ചെയ്യാണ്, ഒരു ബിസിനസ് പോലെ എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഹീറോയുടെ കയ്യിൽ നിന്ന് ഹീറോയിൻ ഫോൺ വാങ്ങുന്നു. ഞാൻ നിന്റെ മേലിൽ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട, അന്ന് നിന്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. ഇതിന് ഹീറോയിൻ ആവട്ടെ അതൊന്നും പ്രശ്നമില്ല, കുറച്ച് നാളത്തേക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അഭിനയിക്കാമോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അച്ഛനമ്മമാരോട് അങ്ങനെ കള്ളം പറയുന്നൊന്നും ശരിയല്ല, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്നുള്ള സത്യം നീ ഉടനടി തന്നെ അമ്മയോട് പറയണമെന്ന് ഹീറോ പറയുമ്പോൾ ഇല്ലില്ല എനിക്ക് ബ്ലൈൻഡ് ഡേറ്റിനൊന്നും പോകുന്നത് തീരെ ഇഷ്ടമല്ല, കുറച്ച് നാളത്തേക്ക് എന്റെ ബോയ് ഫ്രണ്ടായി ഇരിക്കാമോ എന്ന് അവള് കെഞ്ചി അവനോട് ചോദിക്കുന്നുണ്ട്. അവളിങ്ങനെ കെഞ്ചി ചോദിക്കുന്നതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടായി അഭിനയിക്കാമെന്ന് ഹീറോ സമ്മതം അറിയിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി ഫ്ലവർ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവരാണെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മുത്തശ്ശൻ അയാളുടെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണെന്നും 60ാമത്തെ വയസ്സിൽ പോലും വൈഫിനെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ അവള് പറഞ്ഞതിന് ശേഷം തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിലും ഇതുപോലെ ഫ്ലവേഴ്സ് തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നവള് ചോദിക്കുന്ന കേട്ടപ്പോൾ തീർച്ചയായും അവൾക്ക് വേണ്ടി എന്നും ഫ്ലവേഴ്സ് നൽകുന്നതായിരിക്കുമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ അത്ഭുതത്തോടെ തന്നെ അവനെ നോക്കുന്നുണ്ട്. അവനിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായി പെട്ടെന്ന് തന്നെ അവളെ വീണ്ടും പൂക്കൾ അറേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നീട് ആ മുത്തശ്ശനും അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയെ കണ്ട മുത്തശ്ശനാവട്ടെ അത് അവളുടെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് തിരക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അല്ല എന്നും പറയാൻ പറ്റില്ല. ഈ മുത്തശ്ശനാവട്ടെ ഹീറോയിന്റെ അമ്മയെ നല്ലപോലെ അറിയാമായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് അല്ല എന്നുള്ള വിവരമെങ്ങാണം അവരടുത്ത് ചെന്ന് പറയുമോ എന്ന് പേടിച്ച് അവളാവട്ടെ ഒന്നും പറയാതെ ശാന്തമായി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെ കാലിന് സ്വാധീനമില്ലാത്ത ഒരാളെ ബോയ് ഫ്രണ്ടായി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ച് അവളെ കളിയാക്കുന്നു.
ഇത് കേട്ടപ്പോൾ ഹീറോയുടെ മുഖഭാവം വല്ലാതെയാവുന്നുണ്ടായിരുന്നു. ഹീറോയിനും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. മുത്തശ്ശൻ അവിടുന്ന് പോയതിനു ശേഷം അവളാവട്ടെ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് മുത്തശ്ശൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, ആൾക്കാരിങ്ങനെ പലതും പറയും, അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടേക്ക് കുറെ കസ്റ്റമർ വന്ന് അവളോട് പൂക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പോൾ തന്നെ പോയി കസ്റ്റമറിന് പൂ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ കസ്റ്റമേഴ്സിന് ആവശ്യമായ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നില്ല. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് പോയിരിക്കുന്നതെന്ന്. എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അവൾ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. സിഗ്നൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ തന്റെ മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതെന്ന് കരുതിക്കൊണ്ട് അവൾ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ മെസ്സേജ് വരുന്നത്. അത് കണ്ടപ്പോഴാണ് അവൾക്ക് കുറച്ച് സമാധാനമായത്. അന്നത്തെ ദിവസം അവൾ സമാധാനമായി കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ എടുത്ത് ന്യൂ ഇയർ വരുമല്ലേ, നമുക്കൊരുമിച്ചൊരു വാക്കിന് പോയാലോ എന്ന് ചോദിച്ചപ്പോഴും അവനത് നിരസിച്ചതേയുള്ളൂ. ഇതേ സമയം തന്നെ ഹീറോയിനാവട്ടെ താൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ബൊക്കെയാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റ് 1-2 പ്രാവശ്യം നോക്കി അവനുള്ളിൽ വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് നൈറ്റ് ആയപ്പോഴേക്കും ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം നന്നായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീൽ ചെയറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴാനായി പോകുന്നു. തക്കതായ സമയത്ത് ഹീറോയിൻ വന്ന വീൽ ചെയറിൽ പിടിക്കുന്നത് കൊണ്ട് തന്നെ അവന് ആപത്തൊന്നും സംഭവിക്കുന്നില്ല. ഇന്ന് ന്യൂ ഇയർ അല്ലേ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ബൊക്കയും അവൾ അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ബൊക്കെ കണ്ടപ്പോൾ ഹീറോ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അവളാവട്ടെ ഹോട്ട് പോട്ടൊക്കെ റെഡിയാക്കാനുള്ള സാധനങ്ങളും വാങ്ങിയാണ് വന്നത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഹീറോയ്ക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്റെ അമ്മയാവട്ടെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ഹീറോ എടുത്ത് ചോദിക്കുമ്പോൾ അവനും അതിന് ഓക്കെ പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതേ സമയം ആ റാനാവട്ടെ ഇതുവരെ വോയിസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഹീറോയിൻ പറയുമ്പോൾ അവന് തീരെ സുഖമില്ലല്ലോ, അവന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആവുമ്പോൾ വോയിസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമെന്ന് ഹീറോ പറയുന്നുണ്ട്. അതിന് ഹീറോയിനാവട്ടെ നിനക്ക് അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് തോന്നുന്നല്ലോ, നീ അവന്റെ IP ഫാൻ ആണോ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. എന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ ഞാനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ടൈം മുതലേ അവന്റെ വലിയൊരു ഫാനാണ്, റാന്റെ വാക്കുകൾ എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ അവന് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഹീറോയും അവന്റെ സഹോദരനും കൂടി നിൽക്കുന്ന ഫോട്ടോ ഹീറോയിൻ ശ്രദ്ധിക്കുന്നത്. അതിൽ ഹീറോയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു ഇടയ്ക്ക് ആക്സിഡന്റ് പറ്റിയതിനു ശേഷമാണ് അവനിങ്ങനെയായത്. അതുമാത്രമല്ല ബ്രോഡ്കാസ്റ്റിന് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന മൈക്കും മറ്റു സാധനങ്ങളും ഒക്കെ അവൾ കാണാനും ഇടയാവുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് അവൾ സംശയത്തോടെ അവൻ്റെ കൂടെ ചോദിക്കുമ്പോൾ എനിക്ക് വോയിസ് ആക്ടിങ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, ഞാനാണെങ്കിൽ നന്നായി റാനിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും, വേണമെങ്കിൽ നിനക്കതൊന്ന് കേൾപ്പിച്ചു തരാമെന്ന് ഹീറോ പറയുന്നു. അവളും അതിന് ഓക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് അവൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവള് താനാണ് റാൻ എന്നുള്ള സത്യം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഹീറോയിനാവട്ടെ അവൻ എത്രമാത്രം റാനുമായി സാദൃശ്യത്തോടെയാണ് സംസാരിക്കുന്നത് എന്നോർത്തിട്ട് അവളും വല്ലാതെ ആശ്ചര്യത്തിൽ തന്നെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു. ഹീറോ ഒരു ലവ് സ്റ്റോറിയാണ് പറയുന്നത്. അവളാണെങ്കിൽ അവന്റെ വോയിസിൽ ഇതിനോടകം തന്നെ മയങ്ങിപ്പോയിരുന്നു. അതിലെ കപ്പിൾസ് ആവട്ടെ കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ആ കപ്പിൾസിനെ അവരിരുവരുമായി സങ്കല്പിച്ചാണ് മനസ്സിലാലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സങ്കല്പത്തിൽ നിന്നോണം അവള് ഹീറോയെ കിസ് ചെയ്യാൻ പോകുമ്പോൾ അവളുടെ ലിപ്സ് മുമ്പിലോട്ട് വരുന്ന കണ്ടിട്ട് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ചെയ്യുന്നത്, നിനക്ക് എന്ത് പറ്റിയെന്ന്. അവന്റെ സംസാരം കേട്ടപ്പോൾ മാത്രമാണ് അവളും സ്വബോധത്തിലേക്ക് വന്നത്. ഷോ നാണക്കേടായല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവളാവട്ടെ ഇല്ല ഒന്നുമില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഹോട്ട് പോട്ടിലെ ആവി അധികമായി കണ്ണിലടിച്ചത് കൊണ്ട് തന്നെ അവളുടെ ലെങ്സ് ഒക്കെ ഊരി പോകുന്നതായി അവൾക്ക് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് പോകാനായി അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ലെൻസും കൂടെ പോയി കഴിഞ്ഞാൽ അവൾക്ക് തീരെ കണ്ണ് കാണില്ല. അതുമാത്രമല്ല കണ്ണിൽ നിന്ന് താഴേക്ക് ലെൻസ് എങ്ങാണ് ഊർന്നു വീഴുന്നത് ഹീറോ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാവുമെന്നുള്ള ഭയവും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവളുടെ കണ്ണിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവളത് തടയുന്നുണ്ട്. എന്തായാലും അവനോട് കാര്യം പറയാതെ അവിടെ നിന്ന് വിടില്ല എന്ന് മനസ്സിലാക്കി അവള് പറയുന്നുണ്ട് തന്റെ ലെങ്സ് ഊരിപ്പോകുന്നത് പോലെ തോന്നുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അവള് കുറച്ചു നേരം കണ്ണടച്ചു തുറന്നപ്പോൾ തന്നെ ലെങ്സ് അതിന്റെ യഥാസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇതേ സമയം അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഹീറോയ്ക്കാണെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് കൊടുക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവന്റെ സഹോദരനാണ് അവനെ കൊണ്ടുപോകുന്നത്. പക്ഷേ അന്ന് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് എത്താൻ സാധിച്ചില്ല. അതുമൂലം തന്നെ ഹീറോയിന്റെ അടുത്ത് ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവൻ ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അവൾ അവിടേക്ക് എത്തി ഹീറോയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഹീറോ അവിടെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നുണ്ട്. അതാണെങ്കിൽ സാൻഡ്വിച്ച് ആയിരുന്നു. സാൻഡ്വിച്ചിൽ ഒരു സബ്സ്റ്റൻസ് ചേർക്കുന്നത് ഹീറോയിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൾ അതുകൊണ്ട് തന്നെ സാൻഡ്വിച്ച് ഒന്നും കഴിക്കാറില്ല. അവൻ വളരെ സ്നേഹത്തോടെ നൽകിയതല്ലേ, അത് നിരസിക്കാൻ അവൾക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതെടുത്ത് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കഴിച്ചു നോക്കുന്നു.
അവൾക്കാണെങ്കിൽ വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അവൾക്ക് ഇഷ്ടമല്ലാത്ത ആ സബ്സ്റ്റൻസ് അത് ചേർത്തിട്ടില്ലായിരുന്നു. അവളവനോട് ചോദിക്കുന്നുണ്ട്, ഈ വിവരം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന്. അത് പിന്നെ നിന്റെ സോഷ്യൽ മീഡിയയിൽ യാദൃശികമായി ഞാൻ കണ്ടയാണ്, വേണമെന്ന് വെച്ച് നോക്കിയതല്ല, സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണെന്ന് അവൻ പറയുന്നു. അതുകൊണ്ടാണ് അത് വെക്കാതെ തന്നെ ഇത് തയ്യാറാക്കിയെന്ന് പറയാൻ വരുമ്പോൾ തന്നെ അവൻ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ വല്ലാതായി പോയ അവനാവട്ടെ, വാ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ, ടൈം പോകുന്നു എന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നുണ്ട്. ഹീറോയുടെ കാറ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, അവൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറിൽ തനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്നും അവൾ മനസ്സിലോർക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഈ സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ സ്ട്രഗിൾ ചെയ്യായിരുന്നു. അവനെ കൊണ്ട് തനിച്ചതിടാൻ സാധിക്കില്ല. ഹീറോയിൻ അതൊക്കെ ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഹീറോയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവനെ സഹായിക്കാനും അവനെ പരിചരിക്കാനും അവന് നടക്കാൻ സഹായത്തിനുള്ള മെഷീനറീസ് പോലും അവിടെ ഉണ്ടായിരുന്നു. പല പല മെഷീനറീസ് യൂസ് ചെയ്താണ് അവൻ നടക്കാൻ ശ്രമിക്കുന്നത്. ഹീറോ സ്ലിപ്പായി വീഴാൻ പോകുന്ന സമയത്തെല്ലാം ഹീറോയിൻ അവനെ താങ്ങി പിടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവിടെ ഒരു ഓർഡർ ലഭിക്കുന്നുണ്ട്. ഒരു വെഡിങ് വെന്യൂയിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എത്തിക്കണമെന്നാണ് ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും ആവശ്യം. ഹീറോയിന്റെ ഫ്രണ്ടും കൂടി ചേർന്നാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തത്. പക്ഷേ ഈ ഇവന്റ് നടത്തുന്നവരുണ്ടല്ലോ, അതിന്റെ മേൽനോട്ടക്കാരൻ വന്നിട്ട് ആരൊക്കെയാണ് ഈ ഫ്ലവേഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്, അതിന്റെ പൈസ തരില്ല എന്ന് അവരോട് പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ബ്രൈഡും ഗ്രൂമും ആണ് ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. വെറുതെയല്ലേ ഇവിടെയുള്ള ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ പെട്ടെന്ന് വാടിപ്പോയത്. നിങ്ങളെ പോലെ മനസ്സിൽ ദുശ്ചിന്തയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ എങ്ങനെ വാടിപ്പോവാതിരിക്കും എന്നൊരു വാക്ക് അവള് പറഞ്ഞതേയുള്ളൂ. ആ യുവാവിനാവട്ടെ വളരെയധികം ദേഷ്യം തോന്നുകയും ഹീറോയിനെ അടിക്കാനായി കൈ ഊങ്ങുകയും ചെയ്യുന്നു. എന്നാൽ കറക്റ്റായി ഹീറോ വന്ന് അവന്റെ കൈ തടുക്കുന്നു. വീൽ ചെയറിൽ നിന്ന് ഒരുപാട് പാടുപെട്ട് എഴുന്നേറ്റ് നിന്നാണ് അവന്റെ കൈ ഹീറോ തടഞ്ഞത്. അപ്പോൾ അവൻ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആ യുവാവിന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ സാധിക്കാത്ത ഒരുത്തനാണോ എന്റെ കൈ തടുക്കുന്നതെന്ന് അവൻ പരിഹാസ രൂപേണ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ദേഷ്യത്തോടെ അവന്റെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. അങ്ങനെ ഭയത്താൽ തന്നെ ആ യുവാവ് അവിടെ നിന്ന് പോവുകയും അതിനപ്പുറം ഹീറോയ്ക്ക് അവിടെ നിൽക്കാനും സാധിക്കില്ലായിരുന്നു. അവൻ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അവന്റെ തല ചെന്ന് ഇടിക്കാതിരിക്കാനായി ഹീറോ അവന്റെ തല താഴേക്കിരുന്ന് താങ്ങി പിടിക്കുന്നുണ്ട്. കുറച്ചു നേരം അവരിരുവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണെന്ന് ഹോസ്റ്റ് പറയുമ്പോൾ മാത്രമാണ് അവരിരുവരും പെട്ടെന്ന് അകന്നു മാറിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോയിൻ തിരക്കുമ്പോൾ ഈ ഗ്രൂം എന്റെ ഫ്രണ്ടാണെന്ന് അവൻ മറുപടി പറയുന്നു. വരനാവട്ടെ ഹീറോയെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാരടുത്തും ഇത് തന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ ആവട്ടെ തന്റെ പേര് റാൻ എന്നുള്ള വിവരം ആരടുത്തും പറയണ്ട എന്നുള്ള രീതിയിൽ അവനെ ആംഗ്യം കാട്ടുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വരൻ വേറൊന്നും അവനെ പറ്റി പിന്നീട് പറഞ്ഞില്ല. വരനാണെങ്കിൽ അവനോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ താൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവരെല്ലാം താൻ റാനാണെന്നുള്ള കാര്യം തിരിച്ചറിയുമല്ലോ. അതുമൂലം ഈ വിവരം മനസ്സിലാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവൻ മുൻകൂട്ടി അവളോട് പറയുന്നുണ്ട്. റാൻ എബ്രോഡിലേക്ക് പോയിരിക്കുകയാണെന്നും VIP ഫാൻസിൽ നിന്നാണ് ഈ വിവരം അറിയുന്നതെന്നും അവളെ ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് അവൾ തിരിച്ചും ചോദിക്കുന്നു. എല്ലാവർക്കും മുമ്പാകെ അവൻ തന്റെ യഥാർത്ഥ പേര് റാൻ എന്ന് പറഞ്ഞു തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഹീറോയെ നോക്കിയിട്ട് ഇവൻ റാൻ എന്നും അവൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട്. മുഖ്യമായിട്ട് ആ ഇവന്റ് നടത്തുന്ന ആ മേൽനോട്ടം വഹിക്കുന്ന ആളുണ്ടല്ലോ, അയാള് ഇവൻ എന്തായാലും റാൻ ആവില്ല, അവനെ കണ്ടാൽ തന്നെ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ നോക്കി പരിഹസിക്കുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ ഹീറോയിനാവട്ടെ നീ ഒന്ന് സംസാരിച്ച് കാണിച്ചു കൊടുക്കുന്ന ഹീറോ എടുത്ത് നല്ല ധൈര്യത്തോടെ തന്നെ പറയുന്നുണ്ട്. അവൾക്കറിയാമല്ലോ റാനിനെ പോലെ തന്നെ ഹീറോയ്ക്ക് ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുമെന്ന്. ആ ധൈര്യത്തിലാണ് അവളും അവനോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഹീറോ സംസാരിച്ചു തുടങ്ങുമ്പോൾ ബ്രൈഡിന് വളരെ സന്തോഷമാവുന്നുണ്ട്. കാരണം തന്റെ ഹസ്ബൻഡിന് ഇത്രയും വലിയ ആൾക്കാരുമായിട്ടൊക്കെ നല്ല പരിചയമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നീട് ബ്രൈഡും ആ വെഡിങ് പ്ലാനറുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം അവരാവശ്യപ്പെട്ട രീതിക്കൊന്നും അല്ലായിരുന്നു അയാള് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത് അയാളോട് ചോദിച്ചപ്പോഴോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ മാത്രമേ സാധിക്കൂ, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ വേറൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഗ്രൂം ബ്രൈഡിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈ ബ്രൈഡ് ബൊക്കെയൊക്കെ എറിയുമല്ലോ, ആ ഫ്ലവർ കറക്റ്റായി ഹീറോയുടെ കയ്യിൽ തന്നെയാണ് വന്നു നിൽക്കുന്നത്. എല്ലാവരും ഹീറോയെയും ഹീറോയിനെയും വിഷ് ചെയ്യുന്നുണ്ട്. അവര് ലൈഫ് ലോങ് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ പരിഭ്രാന്തിയോടെ ഞങ്ങൾ ലവേഴ്സ് ഒന്നും അല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഹീറോയുടെയും ഹീറോയിന്റെയും കൈ പിടിച്ചു വെച്ച് ബ്രൈഡും ഗ്രൂമും കൂടി അവരെ വിഷ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പാണ് അവരിത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. പിന്നീട് എല്ലാവരും ചേർന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. തിരിച്ച് ഷോപ്പിലേക്ക് എത്തിയ ഹീറോയിൻ ആവട്ടെ ഹീറോയെ കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. അവൾക്ക് ഇതിനോടകം തന്നെ അവനോട് ഫീലിങ്സ് തോന്നാൻ തുടങ്ങിയിരുന്നു. അവളത് ഫ്രണ്ടിന്റെ കൂടെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയുടെ സഹോദരനും അവനോട് ചോദിക്കായിരുന്നു ഹീറോയിന്റെ മേൽ അവന് ഫീലിങ്സ് ഉണ്ടോ എന്ന്. ഹീറോയ്ക്കും ഇതിനോടകം തന്നെ അവളോട് ഫീലിങ്സ് ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. ആ കാര്യത്തെ കുറിച്ച് സഹോദരനോട് അവൻ തുറന്നു പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവളുടെ മനസ്സിൽ റാൻ ഒരുപാട് ഇടം നേടിയിട്ടുണ്ടല്ലോ വോയിസിലൂടെ.
അതുകൊണ്ട് തന്നെ ഹീറോയെയാണോ റാന്നിയാണോ സ്നേഹിക്കുന്നതെന്നൊരു സംശയം അവളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ, നീ കണ്ണടച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൺമുന്നിലേക്ക് വരുന്ന ആളെ ആയിരിക്കും നീ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ കണ്ണടച്ച് നോക്കുമ്പോൾ ഹീറോ അവളുടെ മുൻപിലേക്ക് വന്ന് അവളെ കിസ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ശരിക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന റാന്നിയാണ് അവൾ മനസ്സിൽ വിചാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മുൻപിലേക്ക് ഹീറോ തന്നെയാണല്ലോ വന്നത്. റാനിന്റെ മുഖം അവൾക്കൊട്ടും അറിയത്തുമില്ല. അതുകൊണ്ടായിരിക്കും ഹീറോ തന്റെ മനസ്സിലേക്ക് കടന്നു വന്നതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഹീറോ ആവട്ടെ അവളെ മീറ്റ് ചെയ്യാനായി ഒരു പാർക്കിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇതേസമയം ഒരു പേരൻസ് അവരുടെ കുട്ടിയെ കളിപ്പിക്കുന്നതായി അവൻ കാണാനിടയാവുന്നുണ്ട്. അവന്റെ ജീവിതത്തിലെ വേദനയാർന്ന കുറച്ച് നിമിഷങ്ങൾ ഈ സമയം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ മാതാപിതാക്കൾക്ക് ഒരേ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നു. ഹീറോ സഞ്ചരിച്ചിരുന്ന കാറ് ആ കുട്ടിയെ ഇടിക്കുകയും അതോടൊപ്പം ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അവർക്കിരുവർക്കും ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. എന്തിനാ തങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തേന്ന് ചോദിച്ച് ആ അച്ഛനും അമ്മയും അലറി കരഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്. ആ കുറ്റബോധം അവനെ ജീവിതത്തിലുടനീളം അലട്ടിക്കൊണ്ടേയിരുന്നു. തന്റെ ഫാൻസിന് വേണ്ടി ആ ദിവസം അവന്റെ ഫേസ് അവൻ റിവീൽ ചെയ്യാനിരുന്നതാണ്. നിർഭാഗ്യവശാൽ ആ അപകടത്തിലുണ്ടായ ട്രോമ മൂലം അവന് പിന്നീട് അവന്റെ ഫേസ് റിവീൽ ചെയ്യാൻ സാധിച്ചതുമില്ല. ഇതേസമയം തന്നെ ഹീറോയിൻ അവനെ കോൾ ചെയ്യുകയും അവൻ എവിടെയാണെന്ന് തിരക്കുകയും ചെയ്യുന്നു. പക്ഷെ ഹീറോ മറുപടി ഒന്നും പറയാതെ സൈലന്റ് ആയിരുന്നു. അവളാണെങ്കിൽ അവനെ തുടരെ കോൾ ചെയ്യുന്നു. രാത്രിയായിട്ടും അവൾ അവനെ അന്വേഷിച്ച് അവിടെ എവിടെ നടന്നു. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഹീറോ ഒരുപാട് മദ്യപിച്ച് ഒരിടത്ത് അവശനായി ഇരിക്കുന്നത് അവൾ കാണാനിടയാവുന്നു. എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് അവൾ ധൃതിയിൽ അവന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ജീവനോടിരിക്കേണ്ടവനല്ല, അവരുടെ മകനെ ഞാൻ കൊന്നു, വെറും 19 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനായിരുന്നു അവൻ, ലോകം പോലും എന്താണെന്ന് അവൻ നേരെ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ അവൻ നിരാശയോടെ പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ എന്നൊക്കെ പറഞ്ഞ് അവള് സമാധാനപ്പെടുത്തി ഹീറോയിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഹീറോയെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവന്റെ അപ്പാർട്ട്മെന്റ് നല്ല ഉയരത്തിലാണ്. എന്ന് വെച്ചാൽ അവൻ താമസിക്കുന്ന ഫ്ലോർ ഒരുപാട് മുകളിലാണ്. അതുകൊണ്ട് അവൾ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ഇവിടെ നിന്ന് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ കുറച്ചധികം ദൂരവുമുണ്ട്, പിന്നെ അത്രയും ഉയരത്തിലെ ഈ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടുപോകാനും സാധിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ അവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അവനെന്തോ മെഡിസിൻ പരതുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നോക്കിയാലോ അത് ഡിപ്രഷന്റെ മരുന്നാണ്. അതുമൂലമാണ് അവൻ ഇത്രയും മദ്യപിച്ചെന്നും അവൾക്ക് മനസ്സിലാവുന്നു. പിന്നീട് ഹീറോ കുളിക്കാനായി പോയപ്പോൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. അവളാണെങ്കിൽ പിടിച്ചെഴുന്നേപ്പിച്ച് വെള്ളമൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം അവന്റെ ദേഹമൊക്കെ ടവൽ വെച്ച് തുടയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, എന്നെ ഹെൽപ്പ് ചെയ്യണ്ട എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കാൻ നോക്ക്, ഞാൻ ഇതൊക്കെ തുടച്ചു തരാമെന്ന് പറഞ്ഞ് ടവലെടുത്ത് അവന്റെ ദേഹമെല്ലാം അവൾ തുടച്ചു കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളോട് വല്ലാതെ ഫീൽ ചെയ്ത് ഇതേ സമയം സംസാരിക്കുന്നുമുണ്ട്. ഇതേ സമയം ഹീറോ അവട്ടെ അവളെ ചേർത്ത് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അവളും ആ കിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഹീറോയെ ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം അവള് മുറിയിലെ സോഫയിലാണ് കിടന്നത്. അവള് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ ബോധത്തിലാണോ തന്നെ കിസ് ചെയ്തത്, തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചൊക്കെ കാണുമെന്നുള്ള ചിന്തയിലാണ് അവളും ഉറങ്ങിയത്. നീ എന്താ ഇവിടെ കിടക്കുന്നത്, എന്താ അകത്ത് കിടക്കാത്തേന്നൊക്കെ അമ്മയോട് തിരക്കുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് കയറി പോകുമ്പോൾ തന്നെ അവളുടെ അമ്മ ബെഡ്റൂമിൽ ഹീറോയെ കാണുന്നുണ്ട്. ഇരുന്നെന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് അവളോട് അവളുടെ അമ്മ തിരക്കുമ്പോൾ ആന്റി ഞാനാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് ഹീറോ മറുപടി നൽകുന്നുണ്ട്. സോറി, നീ ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവർ ആ മുറിയുടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരിക്കുന്നുണ്ട്. ഹീറോ നടക്കാൻ സാധിക്കാത്ത ഒരു പയ്യനാണെന്ന് ഹീറോയിൻ ഒരിക്കലും അവളുടെ അമ്മയോട് പറഞ്ഞിട്ടില്ല. ഹീറോയും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാരണം തനിക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് എന്ത് തോന്നുമെന്നുള്ള ഒരു ഭയം ഹീറോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവളോട് അവളുടെ അമ്മയെ പുറത്തേക്ക് കൊണ്ടാക്കിയതിനു ശേഷം അവനെ താങ്ങിക്കൊണ്ടുപോയി ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ഇരുത്താനായി അവളോട് അവൻ ആവശ്യപ്പെടുകയായിരുന്നു. അവർക്കാണെങ്കിൽ ഹീറോയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. മോൾക്കൊരു ബോയ് ഫ്രണ്ട് വേണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഹീറോയിനും കൂടി നേരെ ഫ്ലവർ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അവളെ കിസ് ചെയ്ത ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വെഡിങ് ഇവന്റിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയ ആ വെഡിങ് പ്ലാനർ ഉണ്ടായിരുന്നല്ലോ, അവളുടെ ഷോപ്പിലേക്ക് അയാൾ വരുന്നുണ്ട്. ആ പയ്യനാവട്ടെ ഹീറോയിനോടൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്നതായിരുന്നു. അവൾക്ക് സ്കൂൾ ടൈം മുതലേ ആ പയ്യനോട് ക്രഷ് ഉണ്ടായിരുന്നതുമാണ്. അന്ന് ആ വെഡിങ്ങിൽ വെച്ച് അവനെ മനസ്സിലായതാണെങ്കിലും അവള് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ നടിക്കുകയായിരുന്നു. ആ പയ്യനാവട്ടെ അവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ തന്നെയല്ലായിരുന്നു ആ സ്കൂൾ ടൈമില് തന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത്? അന്ന് നീ കാണാൻ ഇത്ര സുന്ദരിയൊന്നുമല്ലായിരുന്നു, ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയുണ്ട്. ഇപ്പോൾ നീ എന്നെ പ്രപ്പോസ് ചെയ്താൽ തീർച്ചയായും ഞാനത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് അവളുടെ അടുത്ത് അവൻ പറയുന്നുണ്ട്. ഈ സ്ഥലം വളരെ ഫേമസ് ആണ്, നിന്റെ ഈ ഷോപ്പും കൊള്ളാം, എനിക്ക് എന്തായാലും ഈ ഷോപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, നീ എനിക്കിത് സെല്ല് ചെയ്യാമോ എന്ന് അവൻ അവളടുത്ത് ചോദിക്കുന്നു. അതെ, എന്നെ ഇപ്പൊ കാണാൻ വളരെ ഭംഗിയുണ്ട്, പക്ഷെ നീ അന്നത്തെ പോലല്ല, തീരെ കാണാൻ കൊള്ളില്ല. പിന്നെ എന്റെ ഷോപ്പ് ഞാൻ എന്തായാലും വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്.
പിന്നീട് ഹീറോയിൻ ആവട്ടെ ഹീറോയുടെ സഹോദരനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ തന്റെ സഹോദരൻ ആ ഒരു ആക്സിഡന്റിന് ശേഷം ഇത്രയധികം ഹാപ്പിയായി കാണുന്നത് അവളോടൊപ്പം ഇരിക്കുമ്പോഴാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്കും അത് കേട്ട് വല്ലാതെ സന്തോഷമാവുന്നു. ഇതേസമയം ഹീറോ ആവട്ടെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയായിരുന്നു. ഒരു പണക്കാര വീട്ടിലെ പെൺകുട്ടിയായിരുന്നു അവൾ. ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരിക്കലും സെറ്റ് ആവില്ല, എന്നിരുന്നാലും ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ വിവാഹം ചെയ്യാമെന്ന്. അതിന് ഹീറോ, ഞാനിവിടെ വന്നിരുന്നത് മുത്തശ്ശൻ ബിസിനസ് സംബന്ധമായ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലാതെ ബ്ലൈൻഡ് ഡേറ്റ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും വരില്ലായിരുന്നു എന്ന് അവൻ വ്യക്തമാക്കുന്നു. കുറച്ച് റൂഡായി തന്നെ അവളോട് സംസാരിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി അവന്റെ പിന്നാലെ തന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൂടുന്നു. ഇതേ സമയം തന്നെയാണ് ഹീറോയിനും ഹീറോയുടെ സഹോദരനും കൂടി അവിടേക്ക് വരുന്നത്. ഹീറോയുടെ സഹോദരനാവട്ടെ ഹീറോന്റെ ഷോൾഡറിലെ കൈവച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് ഹീറോയിൻ ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ അവിടെ ഹീറോയുടെ ഷോൾഡറിലേക്ക് കൈവച്ച്, ഞാൻ അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയാണ്, ഞങ്ങളുടെ വിവാഹം ഉടനടി തന്നെ കാണുമെന്നും അവളോട് പറയുന്നു. ഇത് കേട്ട ഹീറോയിനും വല്ലാതെ ദേഷ്യം തോന്നുന്നു. ഹീറോയിനും ധനികയായ പെൺകുട്ടിയും തമ്മിൽ ചെറിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. ഹീറോയുടെ സഹോദരൻ അവരിരുവരെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിനൊരു കോള് വരികയും, ഞാൻ അവിടെ നിന്ന് പോവുകയാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ധനികയായ പെൺകുട്ടിയോട് ഈ കല്യാണത്തിനൊന്നും താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം നിങ്ങൾ ആരെ ലവ് ചെയ്താലും കിസ് ചെയ്താലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹീറോയിനെ കിസ് ചെയ്ത കാര്യങ്ങളെ ഹീറോയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത ഹീറോ ആവട്ടെ കഴിഞ്ഞ ദിവസം താൻ അവളെ കിസ് ചെയ്തല്ലോ എന്ന് ഓർത്ത് അവളുടെ ഷോപ്പിലേക്ക് വേഗം തന്നെ പോകുന്നു. ഹീറോൻ അവളുടെ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ അവളുടെ ഷോപ്പ് ആകെ അടിച്ചു നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഇതേ സമയം തന്നെ ആ വെഡിങ് പ്ലാനർ അവളുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളല്ലേ ഇത് ചെയ്തേന്ന് അവൾ ദേഷ്യത്തോടെ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് നിന്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ എന്ന് അയാൾ അഹങ്കാരത്തോടെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ചെന്ന് CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ഫുട്ടേജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ തന്നെയാണ് ഈ ഷോപ്പ് അടിച്ചു നശിപ്പിച്ചിരിക്കുന്നേ എന്ന്. പോലീസിനെ കോൾ ചെയ്യാൻ ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാനായി. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞല്ലേ ഈ ഷോപ്പ് എനിക്ക് തന്നേക്കാൻ, നീ അത് കേട്ടില്ലല്ലോ, അതിന്റെ ഭവിഷ്യത്താണ് ഇതൊക്കെ എന്ന് അവൻ പറയുന്നുണ്ട്. സമയം വൈകിട്ടൊന്നുമില്ല, ഇപ്പോ വേണമെങ്കിലും ഈ ഷോപ്പ് എനിക്ക് തന്നിട്ട് നീ പൊക്കോ എന്ന് അവൻ പറയുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് വരികയും ഈ ഷോപ്പ് എന്റേതാണ്, ഇത് അടിച്ചു നശിപ്പിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് അവനോട് ചോദിക്കുന്നു. ഹീറോയാണെങ്കിൽ വെഡിങ് ഈവന്റിൽ വെച്ച് അവൻ കണ്ടതാണല്ലോ, ഇപ്പോഴും നീ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് ഹീറോ എടുത്ത് അവൻ വഴക്കിനൊരുങ്ങുന്ന സമയത്ത് തന്നെയാണ് അവൻ ലൂ ഫാമിലിയിലെ പയ്യനാണെന്നവനും ഹീറോയിനും മനസ്സിലാവുന്നത്. ലൂ ഫാമിലി എന്ന് കേട്ടപ്പോൾ തന്നെ ആ പയ്യൻ വല്ലാതെ പേടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതേ സമയം തന്നെ അവന്റെ ബോസ് വിളിച്ചിട്ട്, ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇനിയൊരു നിമിഷം പോലും അവിടെ നിൽക്കരുത്, അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ യുവാവ് വല്ലാതെ ഭയപ്പെടുകയും ഹീറോ അടുത്ത് ക്ഷമ പറഞ്ഞതിനു ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിൻ അവന്റെ അടുത്ത് സംസാരിക്കാനായി പോകുന്നുണ്ടെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഞാൻ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചിട്ടാണ് നിന്നെ കിസ് ചെയ്തത്, ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നേരത്തെ തന്നെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ക്ഷമ ചോദിച്ചേനെ എന്ന് അവൻ പറയുന്നു. അത് കുഴപ്പമില്ല, നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാമല്ലോ, ഇതത്ര കാര്യമൊന്നും അല്ല എന്ന് അവള് പറയുന്നത് കേട്ടപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെയും ഒരു കാഷ്വൽ പേഴ്സൺ ആയിട്ട് തന്നെയാണോ കാണുന്നേ എന്ന്. അതെ, ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ, കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങള് നീ മദ്യപിച്ച് സംഭവിച്ചു പോയതല്ലേ, അത് സാധാരണമാണ് എന്ന് പറഞ്ഞ് അവളത് തള്ളിക്കളയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും ഹീറോയ്ക്ക് അവളുടെ മേലിൽ ഫീലിങ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ കിസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഇഷ്ടം അവൾക്ക് മനസ്സിലായി കാണുമെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷെ അവൻ നൽകിയ കിസിനെ പോലും ജസ്റ്റ് കാഷ്വലായല്ലേ അവള് കണ്ടത്, അതുകൊണ്ടാണ് അവൻ ഇത്രയധികം ദേഷ്യം തോന്നുകയും ആ ദേഷ്യത്തിൽ തന്നെ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് എത്തി അവന്റെ ഫാൻസിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴവൻ എല്ലാവരോടും സംസാരിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാല് കോൾ അറ്റൻഡ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസും സ്റ്റോറിയൊക്കെ കേൾക്കുന്നതായിരുന്നു. കറക്റ്റായി ഈ വോയിസ് ഹീറോയിൻ കേൾക്കുകയും അവനെ വിളിക്കുകയും ചെയ്യുന്നു. ഹീറോയിനാണ് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവളുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാനും ഹീറോ അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഞാനൊരു യുവാവിനെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ അയാൾ വലിയൊരു പണക്കാര വീട്ടിലെ പയ്യനാണ്, അതുമാത്രമല്ല വീട്ടുകാർ അവന് വേണ്ടി ധനികയായ ഒരു പെൺകുട്ടിയും കണ്ടുവച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ആവില്ലെന്നാണ് തോന്നുന്നത്, നിങ്ങളുടെ ഇഷ്ടം തീർച്ചയായും അയാളോട് പറയാൻ നോക്ക്, തീർച്ചയായും അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിലോ എന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് ഹീറോയ്ക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷെ അതൊരിക്കലും തുറന്നു പറയാൻ സാധിക്കില്ല എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ പ്രണയിക്കുന്നവർക്കിടയിൽ പണത്തിന്റെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, മനസ്സിന്റെ ശുദ്ധിയാണ് പ്രധാനം, തീർച്ചയായും നിങ്ങൾ പ്രണയിക്കുന്ന ആൾ തിരിച്ച് നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവും. ഇത് കേട്ടപ്പോൾ അവള് പിന്നീട് മറുപടിയൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹീറോയിനെ വെയിറ്റ് ചെയ്ത് ഹീറോ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ ഡോക്ടർ വിളിച്ചിട്ട്
ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് ഡോക്ടർ അവനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹീറോ അത് നിരസിക്കുകയായിരുന്നു. അവരുടെ സംഭാഷണമൊക്കെ ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ഹീറോയെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർ ആവട്ടെ അവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ നടത്തിയാൽ തീർച്ചയായും അവനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ സാധിക്കുമെന്ന്, അതുപോലെ ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകൾ അവന് ബലം ചെയ്യുമെന്നും അയാൾ പറഞ്ഞിരുന്നു. തീർച്ചയായും അവൾക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഹീറോ ഈ ട്രീറ്റ്മെന്റിന് സമ്മതിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹീറോയെ നോക്കിക്കൊണ്ട് തന്നെ ഹീറോയിൻ കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഒരു കാറ് അവളെ ഇടിക്കാൻ പോകുന്നത് പോലെ ചെന്ന് നിൽക്കുന്നു. അവളിത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. ഇത് ഹീറോയ്ക്ക് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. വീൽ ചെയറിൽ നിന്ന് അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലത്തേക്ക് വീഴുന്നുണ്ട്. അവന്റെ മനസ്സിൽ ആ കുട്ടി ആക്സിഡന്റിൽ മരിച്ച രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. വളരെയധികം ഭയന്നുപോയ അവൻ തന്നെ ഉപേക്ഷിച്ച് പോവരുത്, തന്നെ വിട്ടിട്ട് എവിടേക്കും പോവരുതെന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് കൈ ഉന്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നിരങ്ങി നീങ്ങാൻ തുടങ്ങുന്നു. അവൻ വളരെയധികം പേടിച്ച് കരയുന്നുണ്ടിട്ട് ഹീറോയിൻ അവിടെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് വന്നിരുന്ന് സമാധാനപ്പെടുത്തുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച ഹീറോ ആവട്ടെ വളരെയധികം വിഷമത്തോടെ തന്നെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവനെടുത്ത തീരുമാനത്തിൽ വല്ലാത്ത കുറ്റബോധവും അവന് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവുകയാണ്. നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുന്ന സിറ്റുവേഷനിൽ തീർച്ചയായും നിന്നെ രക്ഷിക്കത്തക്ക വിധം എനിക്ക് എന്റെ ശരീരത്തെ മാറ്റിയെടുക്കണം എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിനും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു എന്ന് ഹീറോ അവളെടുത്ത് തുറന്നു പറയുമ്പോൾ ശരി നീ ഇപ്പോൾ കുറച്ച് ശാന്തമായിരിക്കുന്ന ഹീറോയുടെ അടുത്ത് അവൾ പറയുന്നുണ്ടെങ്കിലും ഹീറോ ഉടനടി തന്നെ അവളെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്നു. നമ്മളിപ്പോൾ പുറത്താണുള്ളത്, നീ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണമെന്ന് പറഞ്ഞ് അവൾ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ഒന്നും കേൾക്കാതെ അവളെ കിസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹീറോയ്ക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്ന ഡോക്ടറും ഹീറോയുടെ സഹോദരനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരിരുവരും അവിടേക്ക് വന്നപ്പോൾ ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പോവരുതെന്ന് ഉറക്കെ അവൻ വിളിച്ചു പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോകാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതിന് സാധിക്കുന്നില്ല. അവൾ പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അവന് സാധിച്ചുള്ളൂ. എന്നിട്ട് ഫ്ലവർ ഷോപ്പിലേക്ക് എത്തിയ ഹീറോയിനെ അവളുടെ അമ്മ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾ ശോകമായി സംസാരിക്കുന്നത് കേട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ അച്ഛനും തൊട്ടടുത്ത് തന്നെ അവളുടെ അമ്മയോടൊപ്പം ചേർന്ന് കുക്ക് ചെയ്യുകയായിരുന്നു. അച്ഛൻ അടുത്തുള്ളത് കൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് കേൾക്കണ്ട എന്ന് കരുതിയിട്ട് അവളുടെ അമ്മയാവട്ടെ കുറച്ച് മാറി നിന്നിട്ട് എന്താ നീ അവനോട് വഴക്കിട്ടോ അതോ അവൻ നിന്നോട് വഴക്കിട്ടോ? അവൻ വളരെ നല്ല പയ്യനാണ്, നീ എന്തിനാ അവനോട് വഴക്കിടുന്നേ? അങ്ങനെയൊന്നും ഇല്ല അമ്മ എന്ന് അവള് അവരോട് പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ഹീറോയിന്റെ അച്ഛൻ അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളെ പിന്നാലെ തന്നെ കൂടുന്നു. നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമില്ല, നീ എന്നിട്ട് അവനോട് വഴക്കിടുകയാണോന്ന് ഹീറോയിന്റെ അമ്മ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്ത് ബോയ് ഫ്രണ്ടോ? നമ്മുടെ മകൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ച് അവളുടെ അച്ഛൻ സന്തോഷപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന് മറ്റൊരു കോള് വരുന്നത് കൊണ്ട് തന്നെ അച്ഛനമ്മമാരുടെ കോള് അവൾ കട്ട് ചെയ്യുന്നുണ്ട്. ചോദിച്ചാനായിരുന്നു വിളിച്ചിരുന്നത്. ഹീറോ ട്രീറ്റ്മെന്റിന് സംഭവിച്ചതിന് അവളാണ് കാരണമെന്ന് പറഞ്ഞ് അവളോട് നന്ദി പറയുകയായിരുന്നു അവൻ. അതിനു വേണ്ടി താനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അവളും കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ലിങ്ക്സ് താഴെ വീണു പോകുന്നത്. ഒരു യുവാവ് മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ട് ഒരു ബൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അയാൾ അവിടേക്ക് വന്നെത്തുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ തപ്പിത്തടഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൊക്കെ അയാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ മറ്റാരോ ഓർഡർ ചെയ്ത ബൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല യെല്ലോയും വൈറ്റും ചേർന്ന ഫ്ലവേഴ്സ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുമില്ല. ഭയങ്കരമായ ദേഷ്യം വന്ന അയാളാവട്ടെ എന്ത് ധൈര്യം കൊണ്ടിട്ടാണ് ഈ ഫ്ലവേഴ്സ് എനിക്ക് തന്നത്? മാരേജ് പ്രപ്പോസൽ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഇവന്റ് ആണ്, അതിന് ഈ ഫ്ലവേഴ്സ് ആണോ തരുന്നേ എന്ന് ചോദിച്ചവളെ വഴക്ക് പറയുന്നുണ്ട്. ഒന്ന് സമാധാനപ്പെട്, എനിക്ക് നേരെ കണ്ണു കാണാൻ സാധിക്കാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്, ഇപ്പോൾ തന്നെ ഞാനത് തേടിയെടുത്ത് തരാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും കണ്ണു കാണാൻ സാധിക്കാത്ത നീ എന്തിനാ ഫ്ലവർ ഷോപ്പ് നടത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വളരെയധികം അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ കരച്ചിലടക്കി പിടിച്ചാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ അവളെ തന്നെ സമാധാനപ്പെടുത്തുന്നു. അവളെ ലെങ്സ് അവിടെയൊക്കെ പരന്ന സമയത്ത് തന്നെയാണ് കറണ്ട് പോയത്. അവൾക്കാണെങ്കിൽ വല്ലായ്മ അനുഭവപ്പെടുകയും ചെയ്യുന്നു. സ്കൂൾ ടൈമിലെ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഇതേ സമയം കടന്നു വരികയും ചെയ്തു. സ്കൂൾ ടൈമിലും അവളുടെ ലെങ്സ് ക്ലാസ് മുറിയിൽ വെച്ച് നഷ്ടമായിരുന്നു. ഫ്രണ്ട്സ് അവളെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും കാണാതെ പോയ ലെങ്സ് തിരയുകയായിരുന്നു അവൾ. നേരം ഇരുട്ടിയിട്ടും അവൾക്ക് ആ ലെങ്സ് കണ്ടെത്താൻ സാധിച്ചതുമില്ല. ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്ന് പോവുകയും അതേസമയം തന്നെ കറണ്ട് പോകുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അതേപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് അവളുള്ളത്. അവന്റെ വോയിസ് ഒരു സാമ്പിളായിട്ട് റേഡിയോ സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നത്. ആ വോയിസ് സെല്ലുലാർ ഫോൺ ഉപയോഗിച്ച് ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ മനസ്സൊന്ന് ശാന്തമാവുന്നു. അന്ന് റാന്റെ വോയിസ് തനിക്ക് വളരെ ആശ്വാസകരമായിരുന്നു. ഇപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാനായി ആരും തന്നെ ഇല്ലല്ലോ എന്നവള് മനസ്സിൽ വിചാരിക്കുന്നു. ഇങ്ങനെ ആകെ വിഷമിച്ച് കരയുന്ന ഹീറോയിന്റെ അടുത്തേക്ക് കറക്റ്റായി ഹീറോ വരുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ കാണാനായി എവിടേക്ക് വന്നതാണ്. ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് പോയി അവൾക്ക് വെച്ചു കൊടുക്കുന്നു. നീ ടെൻഷനൊന്നും ആവണ്ട, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഹീറോയിനാവട്ടെ വല്ലാതെ ഭയന്നു പോയത് കൊണ്ട് തന്നെ അവനെ ഹഗ് ചെയ്ത് കരയുന്നു.
അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം കണ്ണിലെ കണ്ണാടി അവൻ മാറ്റുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ലെൻസ് ഇല്ലാത്ത ഒരു ചെറിയ നിമിഷം പോലും വല്ലാത്ത ഭയം അവൾ അനുഭവിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ ചെയ്തത്. ഹീറോ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസ് ഇല്ലാഞ്ഞിട്ടും അവൾക്ക് വല്ലാത്ത ആശ്വാസം അനുഭവപ്പെടുന്നുണ്ട്. അവളാണെങ്കിൽ ഹീറോയെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവരിരുവരും നടന്നു പോകുന്ന സമയത്ത് ഹീറോ അവളടുത്ത് തിരക്കുന്നുണ്ട്, നിനക്ക് റാനിന്റെ വോയിസ് വളരെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എന്റെ വോയിസും ഇഷ്ടപ്പെടുമല്ലോ എന്ന്. അതേ എന്നവൾ പറയുമ്പോൾ തന്നെ ഇതുവരെ നടന്ന സന്ദർഭങ്ങളൊക്കെ അവൾ ആലോചിച്ച് നോക്കുമ്പോൾ റാൻ ചിലപ്പോൾ ഹീറോ തന്നെയാണോ എന്നുള്ള സംശയം അവളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പോട്ടെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളാണോ ശരിക്കും റാൻ എന്ന് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവളൊന്ന് പതറിയെങ്കിലും താനല്ല റാൻ എന്ന് പറഞ്ഞ് അവളുടെ ചോദ്യത്തെ അവൻ നിരസിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ നീ റാനിന്റെ VIP ഫാൻ ആയിരിക്കുമല്ലോ, ആ ID ഒന്ന് തന്നേ എന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ വീണ്ടും അവൻ പ്രശ്നത്തിലാവുന്നു. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ നമ്മളെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നിന്നോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിച്ചാണ്. നീ നിരാശയാവണ്ടെന്ന് കരുതി നിന്റെ സങ്കല്പത്തിലുള്ള ഞാൻ യഥാർത്ഥത്തിൽ നടക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് നീ കരുതിയിരിക്കുന്നത്. അതുപോലെ അല്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നേ എന്ന് അവൻ പറയുന്നു. ഇത് കേട്ടിട്ട് അവൾ പ്രത്യേകിച്ച് അവനോടൊന്നും പറഞ്ഞില്ലെങ്കിലും വല്ലാതെ ദേഷ്യത്തിലായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവളാണെങ്കിൽ അവിടെ നിന്ന് നേരെ അവളുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഹീറോ അവളെ ഫ്ലവർ ഷോപ്പിലേക്ക് അന്വേഷിച്ചിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. കുറേയധികം ഗിഫ്റ്റുമായി വീൽ ചെയറിലിരിക്കുന്ന ഹീറോയെ കണ്ട് ഹീറോയിന്റെ അമ്മ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എന്ത് പറ്റിയെന്നവർ തിരക്കുമ്പോൾ ഇതിനു മുമ്പ് തനിക്ക് നടക്കാൻ സാധിക്കാത്ത കാര്യം പറയാതിരുന്നതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയുന്നു. ഒരു നീരസവും കൂടാതെ തന്നെ അവരവട്ടെ അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട്. ഹീറോയിനുമായി വഴക്കിട്ടു എന്ന് പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുകയും എല്ലാവർക്കും ഗിഫ്റ്റ്സ് ഒക്കെ അവൻ കൊടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അവളുടെ പേരൻസിനോട് ക്ലോസ് ആവാനും അവൻ ട്രൈ ചെയ്യുന്നു. ഹീറോയിന്റെ അമ്മയ്ക്ക് ഓൾറെഡി ഹീറോയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. ഹീറോയിന്റെ അച്ഛനാവട്ടെ ഈ ചെസ് ഒക്കെ പ്ലേ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിനോടൊപ്പം ചെസ് പ്ലേ ചെയ്യാൻ വന്ന ആരെയും ജയിക്കാനായി അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. ഹീറോ ആണെങ്കിൽ നല്ല ബുദ്ധിശാലിയായിരുന്നു. ഹീറോയിന്റെ അച്ഛനെ അവൻ തോൽപ്പിക്കുന്നുണ്ട്. ഗെയിമിൽ തോറ്റത് കൊണ്ട് തന്നെ അവളുടെ അച്ഛന് ചെറിയ ദേഷ്യമൊക്കെ ഹീറോ എടുത്ത് തോന്നിയിരുന്നു. അദ്ദേഹം അവനോട് പറയുന്നുണ്ട്, തീർച്ചയായും കല്യാണം കഴിക്കുന്ന രണ്ട് പങ്കാളികളിൽ ഒരാള് ലൂസറായി തന്നെ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ താനാണ് വലിയവൻ, താൻ പറയുന്നത് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നൊരു വിചാരത്തിൽ പോവുകയാണെങ്കിൽ ജീവിതത്തിൽ എന്നും വഴക്കുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ബന്ധം മുന്നോട്ട് പോവുകയുമില്ല. ഈ ഗെയിമില് നീ ജയിച്ചു, അതുപോലെ എല്ലാ കാര്യത്തിലും നീ ബുദ്ധിശാലി തന്നെയാണ്. പക്ഷേ എന്റെ മകളും ഒരു കാര്യത്തിലും അണുവിട വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേർക്കും എന്തായാലും സെറ്റ് ആവാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയൊന്നും അല്ല അങ്കിൾ. തീർച്ചയായും ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൾക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങളുടെ മകളെ ഞാൻ നല്ല രീതിക്ക് തന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവർക്ക് അവൻ വാക്കു കൊടുക്കുന്നുമുണ്ട്. ഹീറോയുടെ മുത്തശ്ശനാവട്ടെ അവനെ അയാളുടെ അടുത്തേക്ക് എത്തിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോള് ചെയ്തിട്ട് അവന്റെ അടുത്ത് മുത്തശ്ശൻ അവന് വേണ്ടിയിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ചിരുന്നല്ലോ, ആ പെൺകുട്ടിയുമായിട്ട് അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നും പറയുന്നു. അതുമാത്രമല്ല വെഡ്ഡിംഗ് ഗൗണും അതിനു വേണ്ടിയിട്ടുള്ള സൂട്ടും ഒക്കെ തിരഞ്ഞെടുക്കാൻ ആ പെൺകുട്ടിയോടൊപ്പം പോവാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ ആ പെൺകുട്ടിയെ കാണാൻ പോയതുമില്ല, അതിന് പകരമായി അവന്റെ സഹോദരനെ പറഞ്ഞയക്കാനായി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അവന്റെ പദ്ധതി പ്രകാരം തന്നെ സഹോദരൻ ആ പെൺകുട്ടിയെ കാണാൻ പോവുകയും ചെയ്യുന്നു. ആ പെൺകുട്ടിയോട് എന്ത് പറയണമെന്ന് അറിയാതെ അവനാവട്ടെ കോഫി മാത്രം അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ അവളോട് ഇഷ്ടം തുറന്നു പറയുമെന്ന് ഓർത്തിട്ട് അവനൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് അവളോട് പറയുന്നുണ്ട്. നീ കള്ളമാണ് പറയുന്നത്, നീ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. അവൾ സ്ട്രൈറ്റ് ആയിട്ട് വെഡ്ഡിംഗ് ഗൗൺ സെലക്ട് ചെയ്യുന്ന ഷോപ്പിലേക്കാണ് പോയത്. അവിടേക്ക് നമ്മുടെ ഹീറോയിനെയും ഹീറോ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. വെന്ന് ഓൾറെഡി ദേഷ്യത്തിനാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഫ്ലവർ ബൊക്കെ ഓർഡർ ചെയ്ത് അവളെ അവിടേക്ക് വരുത്തിയതാണ്. അകത്തേക്ക് കടന്നു ചെന്നപ്പോഴോ ഹീറോ ആണെങ്കിൽ വെഡ്ഡിംഗ് ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ആ പെൺകുട്ടിയും കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് വരുന്നു. അവളെയും കൂടി കണ്ടപ്പോൾ ഹീറോയിന്റെ ദേഷ്യം ഇരട്ടിച്ചതേ ഉള്ളൂ. ഇരുവരും വെഡ്ഡിംഗ് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അവളെ കാണണമെന്ന് കരുതിക്കൊണ്ട് ഹീറോ മനഃപൂർവ്വം അവളെ വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് വഴക്കിനൊരുങ്ങുന്നു. നീ കരുതിയിരിക്കുന്ന പോലൊന്നുമല്ല കാര്യങ്ങള്, നിന്നോട് ഞാൻ സത്യങ്ങളൊന്നും പറയാതിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നിന്റെ സങ്കല്പങ്ങളിലുള്ള ഒരു വ്യക്തിയെ പോലെ അല്ലായിരുന്നു ഞാൻ. അതുമാത്രമല്ല റാനിന്റെ വോയിസിനെയാണ് നീ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും റാനിനെയാണ്, അല്ലാതെ എന്നെയല്ല. എന്റെ മേലെ നിനക്ക് യാതൊരു സ്നേഹവും കാണില്ല എന്നും ഞാൻ കരുതി. ഇതൊക്കെ കേട്ടപ്പോൾ ഹീറോയിന്റെ ദേഷ്യം ഇരട്ടിച്ചത് മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് ബ്ലൈൻഡ് ഡേറ്റിന് ഏർപ്പാടാക്കിയ പെൺകുട്ടിയുണ്ടല്ലോ, ആ സ്ത്രീയും ഹീറോയിനോട് നന്നായി ഓവറായി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്.
നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നീ ഇങ്ങനെ തളർന്നിരിക്കുന്നവനല്ലേ. നിന്നെ പോലെ ഒരാളെ ഞാൻ വിവാഹം ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നീ തന്നെ എന്നെ റിജക്ട് ചെയ്യണോ എന്ന് അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട ഹീറോയിനാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ തന്നെ വായടച്ച് മിണ്ടാതിരിക്കാൻ നോക്ക്. നിനക്കിതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ? നിനക്ക് യാതൊരു കാര്യവും ഇവിടെ വന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം ഞാനാണ് ഇവന്റെ ഗേൾ ഫ്രണ്ട്. ഞങ്ങളുടെ ഇടയിലേക്ക് കുറുക്കിന് കയറി വന്നവളാ നീ എന്നൊക്കെ ഹീറോയിൻ ആ പെൺകുട്ടിയെ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവളും അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. അവൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്താ പറഞ്ഞത്, ഗേൾ ഫ്രണ്ട് എന്നോ? അത് പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ഹീറോയിൻ അവന്റെ അടുത്ത് പറയുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. വേറൊന്നും വരുന്നില്ല, അവൾക്ക് ഈ ലെൻസ് അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാതെ കണ്ണു കാണാൻ സാധിക്കില്ലല്ലോ. ഗ്ലാസ് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ ആയിരുന്നു അവൻ നൽകിയ ഗിഫ്റ്റ്. ഹീറോയിൻ ആണെങ്കിൽ അവനോട് അത്ര വലിയ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവളുടെ ഉള്ളിൽ ദേഷ്യമില്ലാത്ത രീതിയിൽ പെരുമാറാതെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിറ്റേ ദിവസം ഹീറോ ആവട്ടെ അവന്റെ ഫാൻസിന് വേണ്ടിയിട്ട് അവന്റെ ഫേസ് ഒക്കെ റിവീൽ ചെയ്ത് ഇന്റർവ്യൂ നടത്തുന്നു. താൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നും തന്റെ കുറവുകളെ ഒരിക്കലും ഒരു കുറവുകളായി കണക്കാക്കാതെ തന്നെയാണ് തന്നെ അവൾ സ്നേഹിക്കുന്നതെന്നും അവൻ വ്യക്തമാക്കുന്നു. അവളെ കുറിച്ച് ഹീറോ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറയാതിരുന്നില്ല. അന്നത്തെ ദിവസം ഇരുവരും മീറ്റ് ചെയ്യാമെന്നും തീരുമാനിക്കുന്നു. അവരിരുവരും കണ്ടുമുട്ടുന്ന സ്ഥലത്തേക്ക് ഹീറോയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഹീറോ എത്തിയിരുന്നു. ഇത്ര നേരത്തെ എത്തിയത് എന്താണെന്ന് അവൾ തിരക്കുമ്പോൾ ചിലപ്പോൾ താൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവൾ ഇവിടെ നിന്ന് പോയാലോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് നേരത്തെ വന്നേ എന്ന് അവൻ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളെ വിട്ടിട്ട് എവിടേക്കും പോകില്ല, എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞ് അവന്റെ ലവിനെ അവൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. സന്തോഷം സഹിക്കവയ്യാതെ ഹീറോ ആവട്ടെ ഓടി വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവന് നടക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഹീറോയിനും അമ്പരപ്പോടെ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നടക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ, അതെ എനിക്കിപ്പോൾ നടക്കാൻ സാധിക്കും, ആദ്യ വിവരം നിന്നെ അറിയിക്കണമെന്ന് കരുതിക്കൊണ്ടാ നിന്റെ അടുത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് അവളെ അവൻ പൊക്കിയെടുത്ത് കറക്കുകയും അതോടൊപ്പം അവന്റെ ഇഷ്ടം കൺഫസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് വീട്ടിലേക്ക് പോയി രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്ന സമയത്ത് ഹീറോയിന്റെ ഫോണിൽ അലാറം അടിക്കുന്നുണ്ട്. അതും ഹീറോയുടെ വോയിസ്. നീ പെട്ടെന്നുറങ്ങ് എന്ന ഹീറോയുടെ വോയിസ് ആയിരുന്നു അവളുടെ അലാറം. ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇങ്ങനെ ഒരു അലാറം സെറ്റ് ചെയ്തത്. ഹീറോ അവളെടുത്ത് പറയുന്നുണ്ട് കാലുകൾ പാരലൈസ്ഡ് ആയതിനു ശേഷം തനിക്ക് യാതൊരു ഫീലിങ്സും തോന്നിയിട്ടില്ല എന്നും ഇപ്പോൾ ഹീറോയിനോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നേ എന്നും. ഇത് കേട്ടയുടനെ തന്നെ ഹീറോയിൻ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി അവരൊരു ഇന്റിമേറ്റ് ആയിരിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോയിന്റെ ഫോണിലെ അലാറം കേട്ടാണ് ഹീറോയും ഉണരുന്നത്. എപ്പോ നോക്കിയാലും അവളുടെ ഫോണിലെ അലാറം ഹീറോയുടെ വോയിസ് ആയിരുന്നു. അത് കേട്ട് ഹീറോയിൻ വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. പിന്നീട് ഹീറോയുടെ മുത്തശ്ശൻ അവനെ വിളിച്ചിട്ട് ഹീറോയിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുന്ന സാധാരണ പെൺകുട്ടിയെ അവൻ പ്രണയിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഹീറോയിനെ കാണണമെന്ന് അവന്റെ മുത്തശ്ശൻ ആവശ്യപ്പെടുന്നത്. ആ ബന്ധത്തിന് എന്തായാലും അനുകൂലിക്കില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അവളെ മാത്രം വിവാഹം കഴിക്കൂ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആദ്യം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ, പിന്നീട് തീരുമാനിക്കാമെന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നു. പക്ഷെ ഹീറോ ആവട്ടെ അവളെ എന്തെങ്കിലും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ പിന്നീട് അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിനെ കൊണ്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് പോയത്. ഇങ്ങനെ ഹീറോയിനെ മുത്തശ്ശന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശനാവട്ടെ അവളെ കൊച്ചാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചിരുന്നു. ഇത് കേട്ട ഹീറോ ആവട്ടെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് വാ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. എങ്കിലും ഹീറോയെ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തിയിട്ട് മുത്തശ്ശൻ പറയുന്നത് എന്തായാലും കേൾക്കാമെന്ന് പറയുന്നു. ആക്ച്വലി മുത്തശ്ശനാവട്ടെ അവരുടെ കമ്പനി ഒരു പ്രോജക്റ്റ് വിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോജക്റ്റ് നേടിയെടുക്കാൻ ഓപ്പോസിറ്റ് ഒരുപാട് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് വേണ്ടി ബ്ലൈൻഡ് ഡേറ്റിന് ഏർപ്പാടാക്കിയ പെൺകുട്ടിയില്ലേ അവളും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അസാമാന്യമായ കഴിവുകളുണ്ടെന്നും തീർച്ചയായും ആ പ്രോജക്റ്റ് അവൾ തന്നെ കൊണ്ടുപോകുമെന്ന് മുത്തശ്ശൻ പറയുകയും അതോടൊപ്പം നമ്മുടെ കമ്പനിക്ക് വല്ലാത്ത മാനക്കേടാവുമെന്നും പറയുന്നു. ഹീറോയിനാവട്ടെ ആ പ്രോജക്റ്റ് വിൻ ചെയ്ത് നേടിയെടുക്കാനുള്ള പ്ലാനുകളെല്ലാം മുത്തശ്ശനെ ഏൽപ്പിക്കുന്നു. മുത്തശ്ശൻ നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അവൾക്കറിയാമായിരുന്നു, ലൂച്ചൻ വഴി തന്നെ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. അത് മുത്തശ്ശന്റെ കൈ കൊടുത്തപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് പ്രോജക്റ്റ് നേടിയെടുക്കാനുള്ള മറ്റ് പ്ലാനുകളും കൂടി തയ്യാറാക്കി നൽകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ വിവാഹം മുൻകൈ എടുത്ത് നടത്താൻ പോകുന്നത് മുത്തശ്ശൻ തന്നെയായിരിക്കുമെന്ന് ഹീറോയിനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അതിനുള്ള തത്രപ്പാടിലായിരുന്നു ഹീറോയിൻ. ഹീറോയുടെ ഫ്രണ്ട്സും ഹീറോയും ഒക്കെ അവളെ ഒരുപാട് സഹായിച്ചിരുന്നു. ശേഷം ആ പ്രോജക്റ്റ് നേടിയെടുക്കാനുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആദ്യം ഹീറോയുമായി ബ്ലൈൻഡ് ഡേറ്റിന് പോയ പെൺകുട്ടിയുണ്ടല്ലോ അവളായിരുന്നു സംസാരിച്ചിട്ട് വന്നത്. അവളാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് പോയി അവളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയും നാട്ടിലില്ലായിരുന്നു, അവൻ എബ്രോഡിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവനും ഈ സമയം വീഡിയോ കോൾ വിളിച്ച് അവളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി വന്ന് അവളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ ഹീറോ എടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോജക്റ്റ് ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ ഊഴമായിരുന്നു. അവൾ പോയി സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും അവളുടെ സംസാരവും അവളുടെ പ്രസന്റേഷനും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഹീറോയുടെ കമ്പനിക്ക് തന്നെ ആ പ്രോജക്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിൻ ഈ സന്തോഷ വാർത്ത ഹീറോയെ വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ധനികയായ പെൺകുട്ടി വീണ്ടും ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നത്. വീഡിയോ കോളിലായതുകൊണ്ട് തന്നെ ഹീറോ ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താണ് എന്റെ ലവറിനോട് പറയാനുള്ളേ എന്നും ആ പെൺകുട്ടിയോട് ഹീറോ ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമില്ല,
ജസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻ പറയാൻ വന്നയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനാവട്ടെ ഹീറോ എടുത്ത് ഞാൻ പിന്നെ വിളിക്കാൻ, ഈ പെൺകുട്ടിയോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ആ പെൺകുട്ടി ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ മറ്റാരെയോ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോയിൻ അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു. നമ്മളൊരാളെ പ്രണയിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നീ വേണമെങ്കിൽ നീ സ്നേഹിക്കുന്ന പയ്യനെ വിവാഹം ചെയ്ത് നോക്കെന്ന് ഹീറോയിൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് ഹീറോയിനും പറയുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ ആ പെൺകുട്ടി എവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോ ഇപ്പോൾ ഹീറോയിനെ കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് വേണ്ടി മുത്തശ്ശൻ കണ്ടുപിടിച്ച ആ പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ലൂചെങ്ങിന് വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ടവർ. ഇതിന്റെയൊക്കെ അറേഞ്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കെ തന്നെ ഹീറോ എടുത്ത് ഹീറോയിനാവട്ടെ ആ പെൺകുട്ടിയെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോകുമ്പോൾ അവളെ കണ്ടില്ല. പകരം ഒരു ലെറ്ററാണ് അവളുടെ കയ്യിൽ ലഭിച്ചത്. ആ പെൺകുട്ടിയാണെങ്കിൽ ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയതായിരുന്നു. ഈ വിവരം ഹീറോ എടുത്ത് ഹീറോയിൻ ചെന്ന് പറയുന്നുണ്ട്. നാളെ ഈ വാർത്ത മാധ്യമപ്രവർത്തകരൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് ലൂചെങ്ങിന് തന്നെയാണ്. ലൂചെങ്ങിനെ പറ്റിച്ചിട്ട് ആ പെണ്ണ് കടന്നു കളഞ്ഞെന്നല്ലേ ന്യൂസിലൊക്കെ വരുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ നീ ടെൻഷനൊന്നും ആവണ്ട, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ലൂചെങ്ങിനെ വിളിക്കുന്നുണ്ട്. ശരിക്കും ആ പെൺകുട്ടിയെ ലൂചെങ്ങി തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇവരിരുവർക്കുമാണ് വിവാഹമെങ്കിലും പക്ഷെ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ വിവാഹം കഴിക്കാൻ അവർക്ക് ഇരുവർക്കും അത്ര താല്പര്യമില്ലായിരുന്നു. അതുമാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹീറോയിനെ കൊണ്ട് ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യാൻ ഫ്ലവർ ബൊക്കെ വാങ്ങിയിരുന്നല്ലോ. ആ പെൺകുട്ടി വേറെ ആയിരുന്നില്ല, ഇവൾ തന്നെയായിരുന്നു. എല്ലാവർക്കും മുമ്പിൽ വിവാഹം നടക്കാനിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഓടിപ്പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ അവർക്ക് ഈ ബിസിനസ് വിവാഹത്തോട് തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവരിരുവരും നാടുവിട്ടു പോവുകയും ഈ വാർത്ത പത്രപ്രവർത്തകർ അറിയുകയും അവർ വിവാഹം നടക്കില്ല എന്ന് ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ആ സെക്കൻഡിൽ തന്നെ ഹീറോയിനും വിവാഹിതരാവാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇടിപിടിയുന്ന മാരേജ് നടത്തുന്നതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ പരിഭ്രാന്തിയിലായിരുന്നു. വെയിൽ ധരിക്കണോ വേണ്ടയോ എന്നുള്ള ആശങ്ക അവളുടെ ഉള്ളിലുണ്ടായി. വിവാഹ വസ്ത്രമൊക്കെ മൊത്തം ധരിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ഹീറോയും അവന്റെ വിവാഹ വസ്ത്രത്തിൽ വന്ന് ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൻ പ്രപ്പോസ് ചെയ്തത് കണ്ടപ്പോൾ ഹീറോയിനാവട്ടെ വിക്കല് വരുന്നുണ്ട്. സോറി, നിന്നെ ഭയപ്പെടുത്തണമെന്ന് കരുതിയിട്ട് ചെയ്തതല്ല. പിന്നീട് ആരെങ്കിലും നിന്നെ പ്രപ്പോസ് പോലും ചെയ്യാതെ വിവാഹം ചെയ്തെന്ന് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. നീ ടെൻഷനൊന്നും ആവണ്ട, ശാന്തമായിരിക്കുന്നു പറഞ്ഞ് അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടവൻ. ഇതേ സമയം തന്നെ ഹീറോയിനാവട്ടെ പെട്ടെന്ന് തന്നെ അവനെ കിസ് ചെയ്തിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ അവളുടെ വിക്കലും മാറുന്നുണ്ട്. കണ്ടില്ലേ, വിക്കല് പോയി എന്ന് അവൾ അവന്റെ അടുത്ത് പറയുമ്പോൾ തന്നെ അവനും ഒന്ന് ചിരിച്ചിട്ട് അവളെ റിട്ടേൺ കിസ് ചെയ്തതിനു ശേഷം അവരിരുവരും വിവാഹവേദിയിലേക്ക് നടന്നു പോകുന്നു. ഒരുപാട് റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ കടന്നുകൂടിയിരുന്നു. അവരെല്ലാവരും ഹീറോയുടെയും ഫോട്ടോസൊക്കെ എടുക്കുകയും അവരുടെ വിവാഹം അവിടെ വെച്ച് നടക്കുകയും ചെയ്യുന്നു. ഇതോടെ നമ്മുടെ ഡ്രാമയും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അൻഷ, റുമാന, ഷഫ, ഷർബീന, ഇസ, നിഷാന, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.